പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് തൊടുപുഴ റൂട്ടിലുള്ള നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെ, ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉദയകുമാർ സാറിന്റെ നമുക്ക് ചോദിച്ചറിയാം. സാറേ, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? എപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്? രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 7 വരെയാണ്. അപ്പം എന്താണ് ഇതിന്റെ പാസ്വേർഡ് കൂടിയാണോ നമ്മളിവിടെ പ്രവേശിക്കുന്നത്? ഒരാൾക്ക് എത്ര സാറേ? അഡൽട്ട് 25, കുട്ടികൾക്ക് 15 ആണ്. എത്ര മണി വരെ നമുക്ക് സമയമുണ്ട്? രാവിലെ എത്ര മണി തൊട്ട്? 7 മണി വരെ സമയമുണ്ട്. ഇത് എന്താണ് സാർ ഇതിന്റെ ഈ നാടുകാണി പവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പവലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് കനേഡിയൻ എഞ്ചിനീയേഴ്സ് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നാടുകാണി പവലി. അന്ന് കൺസ്ട്രക്ഷൻ സമയത്ത് അതിന്റെ ഗ്ലാസ് കെട്ടൊരു കെട്ടിടമായിരുന്നു. അതിന്റെ കൺസ്ട്രക്ഷൻ വീട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൊത്തത്തിൽ ആൾക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അടഞ്ഞു നടക്കുമായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. തുറന്ന് പ്രവർത്തിച്ചതിന് ശേഷം പിന്നെ അധികം ആൾക്കാർ വരാൻ തുടങ്ങി. അതുവരെ അടച്ചുപൂട്ടിയിട്ടേക്കുമായിരുന്നല്ലോ. അപ്പൊ ഈ നാടുകാണി പവലിന്റെ താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലമറ്റമാണ് വരുന്നത്. മൂലമറ്റത്തിന്റെ സൈഡിൽ തന്നെയാണ് അവിടെ അണ്ടർഗ്രൗണ്ട് പാസേജ് വരുന്നതിന് പവർ ഹൗസ് വരുന്നത്. ഈ അണ്ടർഗ്രൗണ്ടാണ് ഈ നമ്മൾ നിൽക്കുന്ന ഈ പാറയ്ക്കകത്ത് തന്നെയാണ് പവർ ഹൗസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ കുളമാവ് ഡാമിൽ നിന്ന് 4 കിലോമീറ്റർ ടണൽ വരുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഈ പാറയ്ക്കകത്ത് തന്നെയാണ്. പാറയുടെ മേളിലാണ് ടണലും വരുന്നത്. തൊട്ട് താഴെ ബട്ടർഫ്ലൈ വാൽവും ഈ ടണലും കൂടെ ചേരുന്ന ഭാഗമാണ് ബട്ടർഫ്ലൈ വാൽവ്. അവിടെ നിന്നാണ് പെൻസിൽ പൈപ്പ് നേരെ മൂലമറ്റം പവർ ഹൗസിലേക്ക് പോകുന്നത്. 3 പൈപ്പായിട്ട് പോയിട്ട് അവിടെ വീണ്ടും 3 പൈപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് 6 ജനറേറ്റർ. ഈ വിവരങ്ങളൊക്കെ പലർക്കും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സാറേ, ഇപ്പൊ തൊടുപുഴയിൽ നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാൻ എങ്ങനെയാ പറ്റുന്നത്? എറണാകുളത്ത് നിന്ന് വരുന്നവർ നേരെ മൂവാറ്റുപുഴ തൊടുപുഴ വന്നിട്ട് നേരെ മൂലമറ്റം വരുന്നത് കുളമാവ്. അപ്പൊ ഇവിടുന്ന് വരുന്നവരെ ഈ തേക്കടി മൂന്നാറൊക്കെ വരുന്നവർക്കാണെങ്കിൽ മൂന്നാർ വരുന്ന കട്ടപ്പന, ചെറുതോണി, കുളമാവ്. നമ്മുടെ ഇടുക്കി പ്രദേശത്തിന്റെ 3 ഭാഗമാണല്ലോ ഈ ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഈ സ്ഥലത്തിന് ശരിക്കും എങ്ങനെ സാറേ പേര് പറയുന്നത്? ഇത് നാടുകാണി. ശരിക്കും നാടുകാണി തന്നെയാണ്. ബസ് വരുന്നവർക്കാണ് നാടുകാണി പോയിന്റ് നാടുകാണി വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ സാറേ. നാടുകാണി 2-3 എണ്ണം ഉണ്ട്. ഒന്ന് കോതമംഗലത്തുണ്ട്, പിന്നെ വയനാട് ഇതിലുണ്ട് നാടുകാണി, പിന്നെ കോഴിക്കോട് നാടുകാണി. ഇത് ശരിക്കും എങ്ങനെ പറയുന്നത്? ഇത് നാടുകാണി വ്യൂ പോയിന്റ്. നാടുകാണി വ്യൂ പോയിന്റ് എന്ന്. അപ്പൊ നമുക്ക് യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. എല്ലാം ഉണ്ട്. സിറ്റി ബോണ്ടിന്റെ കീഴിലാണ് ഹൈഡൽ ടൂറിസം വരുന്നത്. ഓക്കെ. ഹൈഡൽ ടൂറിസത്തിന്റെ അത് അടിച്ചു കൊടുക്കും, സൈറ്റിൽ തന്നെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഇൻഫർമേഷന് വളരെ നന്ദി. ഇപ്പൊ നാടുകാണി വ്യൂ പോയിന്റിന്റെ കാര്യം പറഞ്ഞ എല്ലാ കുട്ടികൾക്കായപ്പോഴും വലിയവർക്കും ചെറിയ മിനി പാർക്ക് പോലെ ഇതിന്റെ ബാക്കി സൈഡിൽ തന്നെയായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സാറേ ഫീസ് എങ്ങനെയാണ്? പ്രത്യേക ഫീസ് 25 കുട്ടികൾക്ക് 15, വലിയവർക്ക് 25. അത് സമയം നമുക്ക് രാവിലെ കയറിയ വൈകുന്നേരം വരെ ഉണ്ടോ? സൗകര്യം ഉണ്ടോ? അതേ അതിന് നിശ്ചിത ടൈം ഉണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് ഇല്ല. കുട്ടികളായതുകൊണ്ട് നമുക്ക് വരുന്നവരല്ലേ. അതെ. ഫുഡൊക്കെ കൊണ്ടുവന്നാൽ കഴിക്കാനുള്ള അതിനൊക്കെ സംവിധാനമുണ്ട്. വെള്ളമൊക്കെ വേസ്റ്റ് നമ്മൾ ഇടുന്നില്ല. വെള്ളമൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. വെള്ളത്തിന് സൗകര്യമുണ്ട്. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എല്ലാവിധ സൗകര്യവും നമുക്ക് ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. രാവുകൾ പോയതും നാം അറിഞ്ഞതില്ല. പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും, പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും ഏതേതോ തേരേറിപ്പോയോ. ഒന്നൊന്നും മിണ്ടാതെ പോയോ.
കല്ലുകൾ തീരാതെ